കഴിഞ്ഞ ദിവസം ഒരു മൂടിക്കെട്ടിയൊരു കാലാവസ്ഥയുള്ള സമയത്ത് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. പൊതുവേ മൂടിക്കെട്ടിയ കാലാവസ്ഥയിൽ വെറുതെ ഇരിക്കാൻ വേറൊരു രസമാണ്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വെറുതെ ഇരിക്കുന്നത് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഞാൻ വരെ ഇപ്പോൾ വെറുതെ ഇരിക്കാറുണ്ടോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ ഉത്തരം ചിലപ്പോൾ തീരെ ഇല്ലാതായി എന്നുള്ള അവസ്ഥയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ഞാൻ വരെ അത് ചെയ്തതായിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ്? ഈ മൊബൈലിൻ്റെ ഒക്കെ അഡിക്ഷൻ വന്നതിൻ്റെ ശേഷം നമ്മൾ വെറുതെ എവിടെ ഇരിക്കുന്നില്ലല്ലോ, മൊബൈലിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ബാധിക്കുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചിലപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്തേക്കാരും എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ കിട്ടണേ. പൊതുവേ ഞാൻ ചെയ്യുന്ന വീഡിയോ അധികം ഞാൻ വെറുതെ ഇരിക്കുമ്പം തോന്നുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ വീഡിയോ വരെ വെറുതെ ഇരിക്കുക അതിന് കിട്ടുകയാണ് ഈ വെറുതെ ഇരിക്കുക എന്നുള്ളൊരാശയം. അതിപ്പോൾ ഇനി ഫേമസ് ആയിട്ടുള്ള ആളുകളെ എടുത്തു നോക്കിയാൽ അവരുടെയൊക്കെ പല ഐഡിയാസും വന്നിട്ടുള്ളത് വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും. ആ ഒരു സ്കില്ല് ഇപ്പം വളരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ബോറിങ് എന്നുള്ളൊരു സംഗതി ശരിക്ക് ഇന്നത്തെ കാലത്ത് ഇല്ല. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ബോറിങ് ഒരു നിലക്കൊക്കെ നല്ലതാണ്. ചിലപ്പോൾ സന്തോഷം കിട്ടുമ്പോൾ ഒന്നും കൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക ചിലപ്പോൾ അതിന് മുന്നേ ബോറിങ് ആകുമ്പോഴൊക്കെ ആയിരുന്നു. അത് വേറെ കാര്യം, അതിലേക്ക് കൂടുതലായിട്ട് പോകണില്ല. സോ വെറുതെ ഇരിക്കുക എന്നുള്ള സ്കില്ല് തീർച്ചയായിട്ടും തിരിച്ച് കൊണ്ടുവരേണ്ട ഒരു സമയമാണിത്. എനിക്ക് ഏറ്റവും ഇൻസ്പയർ ആയിട്ടുള്ളൊരു സ്റ്റോറി ജെയിംസ് കാമറോണിൻ്റെ ഒരു ടെഡ് ടോക്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നുണ്ട് മൂപ്പര് അവതാർ സിനിമ ചെയ്യാനുള്ളതിൻ്റെ ഒക്കെ ഒരു കാരണം ചെറുപ്പത്തിൽ മൂപ്പരെ ഇമാജിനേഷനിൽ വന്ന സംഭവങ്ങളാണെന്ന്. അതായത് പണ്ട് വെറുതെ ഇരുന്ന് ആലോചിച്ച കാര്യങ്ങളാണ് അദ്ദേഹത്തെ ഏറ്റവും ടോപ്പ് ഒരു ഡയറക്ടറാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ വെറുതെ ഇരുന്ന് എന്തെങ്കിലും ആലോചിച്ചാൽ ചിലപ്പോൾ നമുക്കും വലിയ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിലോ. അപ്പോൾ എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ബോർഡം എന്ന് പറയുന്ന കാര്യം ശരിക്കും ഒരു ഗേറ്റ് വേ ആണ് സക്സസ്സിലേക്കും അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള തിങ്കിങ്ങിലേക്കും ചിലപ്പോൾ ചില പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ വരെയുള്ള അതിലേക്കൊക്കെ ഉള്ളൊരു ഗേറ്റ് വേ ആണ്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. ബി സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ് ഓർ ഈവൻ ട്രൈ യുവർ ബെസ്റ്റ് ടു ബി സക്സസ്ഫുൾ.